സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു ചാനലിൽ ചർച്ച നടക്കുകയാണ്. ABC സുനിൽ, രഘു രണ്ട് സംഘപരിവാറുകാരാണ്, RSSകാരാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. സംസാര വിഷയം ഇതാണ്: സക്കീർ നായിക്കിന് എയ്ഡ്സ് പിടിച്ചു. അപ്പോൾ ഇവരങ്ങ് പ്രചാരണം നടത്തുകയാണ്. സക്കീർ നായിക്കിന് മാത്രമല്ലല്ലോ എയ്ഡ്സ് പിടിക്കുന്നത്. എയ്ഡ്സ് ഇവിടെ എത്രയോ പേർക്ക് പിടിക്കുന്നു. ഈ സുനിലിൻ്റെയും രഘുവിൻ്റെയും വീട്ടിൽ അവൻ്റെ അമ്മയ്ക്കും പിന്നെ അച്ഛനും പിന്നെ എയ്ഡ്സ് പിടിച്ചെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. അവൻ്റെ സഹോദരിക്ക് എയ്ഡ്സ് പിടിച്ചെന്ന് പറയുന്നു, അവൻ്റെ അച്ഛന് പിടിച്ചെന്ന് പറയുന്നു, അവൻ്റെ അമ്മയ്ക്ക് പിടിച്ചെന്ന് പറയുന്നു. യവനും എയ്ഡ്സ് പിടിച്ചെന്നാണ് സുനിലിനും രഘുവിനും. അവന്മാർക്ക് രണ്ടുപേർക്കും എയ്ഡ്സ് പിടിച്ചു. അവൻ്റെ തന്തയും തള്ളയും ഒക്കെ എയ്ഡ്സ് പിടിച്ച് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് രോഗം മാറിയോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അവന്മാരെ സൂക്ഷിക്കണം. എയ്ഡ്സ് ശരീരത്തിൽ മാത്രമല്ല, മനസ്സിൽ എയ്ഡ്സ് പിടിക്കും. അപ്പോൾ ശരീരത്തിൽ എയ്ഡ്സ് പിടിച്ചാൽ ചിലപ്പോൾ ചികിത്സിച്ച് മാറ്റാനൊക്കെ കഴിയും. പക്ഷെ മനസ്സിന് എയ്ഡ്സ് പിടിച്ചാൽ മാറ്റാൻ കഴിയില്ല. പറയുന്നത് സക്കീർ നായിക്ക് എന്തൊക്കെയോ വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടെ നടത്തുകയും, വിദ്വേഷം, ജാതീയപരമായിട്ട് വിദ്വേഷ പ്രസംഗം, എന്ത് വിദ്വേഷ പ്രസംഗമാണെന്ന് നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളതെന്ന് തെളിവ് സഹിതം കാണിക്കണം എന്നല്ല. അല്ലാതെ വെറുതെ ഒരു വ്യക്തിയെപ്പറ്റി അനാവശ്യമായ സംസാരിക്കരുത്. ഇപ്പോൾ സക്കീർ നായിക്ക് മുസ്ലിമാണ്, മുസ്ലിം പണ്ഡിതനാണ്. അങ്ങനെയുള്ള എത്രയോ മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇന്ത്യക്കാരനായി ജനിച്ചു പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള പ്രശ്നം വേറൊന്നുമല്ല. സക്കീർ നായിക്ക് എവിടെ പോയി മതപ്രസംഗം നടത്തിയാലും അവിടെ വന്ന് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായിരുന്നാലും യഹൂദന്മാരായിരുന്നാലും ബുദ്ധ മതക്കാരായിരുന്നാലും സിഖുകാരായിരുന്നാലും വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അദ്ദേഹത്തിന് എല്ലാ വേദഗ്രന്ഥങ്ങളെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമാണ്. ആ പാണ്ഡിത്യം ഇല്ലാത്ത ഈ വിഡ്ഢികളായ കുറേ പിന്നെ കഴുതകളുണ്ട്. യവന്മാർക്ക് ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് കാര്യം, ഭഗവത്ഗീത ചോദിച്ചാലും, ബൈബിള് ചോദിച്ചാലും, രാമായണം ചോദിച്ചാലും, ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ചോദിച്ചാലും, യഹൂദന്മാരുടെ ഗ്രന്ഥം ചോദിച്ചാലും അതിനൊക്കെ ശക്തമായ കറക്റ്റിന് മറുപടി പറയുന്നു. അതിനെ എതിർക്കാൻ ഇവരാരെ കൊണ്ടും കഴിയില്ല. അപ്പോൾ ഇസ്ലാമിനെ പറ്റി, ഖുർആനെ പറ്റിയും നബിയെപ്പറ്റിയും ചോദിക്കുമ്പോഴത്തേക്ക്, ദൈവത്തെപ്പറ്റിയും സ്രഷ്ടാവിനെ പറ്റിയും ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയുന്നു. അപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് ചില ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് മാത്രമല്ല, ലോകത്ത് ഏത് മതവും അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവനവന് പിന്നെ ഓരോരോ രാജ്യങ്ങൾ അവരവരുടെ ഭരണഘടന പിന്നെ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ അറിയാതെ ഇസ്ലാമിനോടുള്ള വിരോധം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് പിന്നെ സക്കീർ നായിക്കിന് എയ്ഡ്സ് പിടിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ വീട്ടിലുള്ള അവർക്ക് എയ്ഡ്സ് പിടിച്ച അതിന് തുല്യമാണ്. അവർക്കാണ് എയ്ഡ്സ്